ഓരോ രാത്രിയിലും നാം കണ്ണുകളടയ്ക്കുമ്പോൾ ലോകത്തോട് ഉറക്കെ വിളിച്ചു പറയാൻ കഴിയാതെ മനസ്സിന്റെ ആഴങ്ങളിൽ നാം ഒളിപ്പിച്ചുവെക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ആരും കേൾക്കാതെ പോയ നെഞ്ചിലെ വിങ്ങലുകൾ, പ്രാണനേക്കാൾ സ്നേഹിച്ചവരിൽ നിന്ന് ഏൽക്കേണ്ടിവന്ന അവഗണനകൾ, ഉള്ളിൽ കിടന്ന് ശ്വാസം മുട്ടിക്കുന്ന ചിന്തകളുടെ വലിയൊരു ഭാരം. ചില മനുഷ്യർ പെട്ടെന്ന് നിശബ്ദരായിപ്പോകുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അവർക്ക് സംസാരിക്കാൻ അറിയാത്തതുകൊണ്ടല്ല അത്. മറിച്ച് തന്റെ വാക്കുകൾക്ക് മുന്നിൽ നിൽക്കുന്ന ആൾക്ക് അത് മനസ്സിലാക്കാനുള്ള മനസ്സോ യോഗ്യതയോ ഇല്ലെന്ന് അവർ തിരിച്ചറിയുന്നതുകൊണ്ടാണ്. നാം ജീവിക്കുന്ന ഈ ലോകത്ത് പലപ്പോഴും നമ്മുടെ മനസ്സമാധാനം നഷ്ടപ്പെടുന്നത് മറ്റുള്ളവരെ മാറ്റിയെടുക്കാൻ നാം നടത്തുന്ന അനാവശ്യ ശ്രമങ്ങൾ കൊണ്ടാണ്. ബുദ്ധൻ പണ്ട് തന്റെ ശിഷ്യനോട് പറഞ്ഞ മനോഹരമായൊരു വരിയുണ്ട്: നിനക്ക് ചുറ്റുമുള്ള ലോകത്തെ മാറ്റാൻ നിനക്കൊരിക്കലും കഴിയില്ല, എന്നാൽ നിന്റെ ഉള്ളിലെ ലോകത്തെ പൂർണ്ണമായും ശാന്തമാക്കാൻ നിനക്ക് സാധിക്കും. ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മനഃശാസ്ത്രപരമായ സത്യമാണ് ആ വാക്കുകളിൽ അടങ്ങിയിരിക്കുന്നത്. മറ്റുള്ളവരുടെ പെരുമാറ്റമാണ് നമ്മുടെ സങ്കടങ്ങൾക്ക് കാരണം എന്നാണ് നാം എപ്പോഴും കരുതുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അവരിൽ നിന്ന് നാം അമിതമായി പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളാണ് നമ്മളെ തളർത്തിക്കളയുന്നത്. ഒരു മനുഷ്യൻ നമ്മളോടെങ്ങനെ പെരുമാറണം എന്ന് തീരുമാനിക്കാനുള്ള അധികാരം നമുക്കില്ല. പക്ഷേ അവരുടെ ആ പെരുമാറ്റം നമ്മുടെ മനസ്സിന്റെ സമാധാനം കളയണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണമായ അധികാരം നമുക്ക് മാത്രമാണുള്ളത്. ജീവിതത്തിൽ നാം വരുത്തിവെക്കുന്ന ഏറ്റവും വലിയ തെറ്റ് എന്താണെന്നറിയാമോ? നമ്മളെ ഒട്ടും വിലമതിക്കാത്ത, നമ്മുടെ സാന്നിധ്യം പോലും ആഗ്രഹിക്കാത്ത ഇടങ്ങളിൽ നമ്മുടെ സ്നേഹവും സമയവും യാചിച്ചുകൊണ്ട് നിൽക്കുക എന്നത് തന്നെയാണ്. അതൊരു വലിയ മാനസിക തളർച്ചയിലേക്ക് നമ്മളെ തള്ളിയിടും. പതുക്കെ പതുക്കെ നാം നമ്മളെത്തന്നെ വെറുക്കുന്ന അവസ്ഥയിലെത്തും. അവിടെയാണ് നിശ്ശബ്ദതയുടെ യഥാർത്ഥ കരുത്ത് നാം തിരിച്ചറിയേണ്ടത്. പ്രതികരിക്കേണ്ട ഇടങ്ങളിലൊന്നും മിണ്ടാതെ മാറി നിൽക്കുന്നത് ഒരിക്കലും ഒരു തോറ്റുകൊടുക്കലല്ല, മറിച്ച് നമ്മുടെ സ്വന്തം മാനസികാരോഗ്യം സംരക്ഷിക്കാൻ നാം എടുക്കുന്ന ഏറ്റവും ബുദ്ധിപരമായ തീരുമാനമാണ്. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്ന മനുഷ്യർ ആരാണെന്ന് ചുറ്റുമൊന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. മറ്റുള്ളവരുടെ സന്തോഷത്തിനു വേണ്ടി സ്വന്തം ആഗ്രഹങ്ങൾ മാറ്റിവെച്ചവർ, അല്ലെങ്കിൽ എല്ലാവരും തന്നെ സ്നേഹിക്കണം എന്ന് വെറുതെ ആഗ്രഹിച്ചവർ. ഇതൊരു ചതുപ്പ് നിലമാണ്, വലിയൊരു കെണിയാണ്. ഈ കെണിയിൽ ചെന്ന് വീണാൽ പിന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുക ഒട്ടും എളുപ്പമല്ല. മനുഷ്യൻ എപ്പോഴും ഉള്ളിൽ ഒരുതരം ഭയത്തോടെയാണ് ജീവിക്കുന്നത്. ആരെങ്കിലും തന്നെ തനിച്ചാക്കി വിട്ടുപോകുമോ, താൻ ഈ ലോകത്ത് ഒറ്റയ്ക്കായിപ്പോകുമോ എന്ന ഭയം. ഈ പേടി കാരണം നാം സ്നേഹിക്കുന്നവരുടെ തെറ്റുകളെപ്പോലും അനാവശ്യമായി ന്യായീകരിക്കാൻ തുടങ്ങും. അവർ നമ്മളെ എത്ര വേദനിപ്പിച്ചാലും അവർ മനഃപൂർവ്വം ചെയ്തതാകില്ല എന്ന് പറഞ്ഞ് നാം നമ്മുടെ മനസ്സിനെത്തന്നെ പറ്റിച്ച് ആശ്വസിപ്പിക്കും. എന്നാൽ ഒരു കാര്യം എപ്പോഴും ഓർക്കുക: ഒരു പരിധിയിൽ കൂടുതൽ നാം ആർക്കു മുന്നിൽ താഴ്ന്നുകൊടുത്താലും അവർ പതുക്കെ നമ്മളെ ഒരു വിലയുമില്ലാത്തവരായി കാണാൻ തുടങ്ങും. ബുദ്ധന്റെ വഴികൾ നമ്മളെ പഠിപ്പിക്കുന്നത് ആത്മവിശ്വാസത്തോടെയും ആത്മാഭിമാനത്തോടെയും എങ്ങനെ ജീവിക്കാമെന്നാണ്. നിങ്ങളെ മാനിക്കാത്ത, നിങ്ങളുടെ വിലയറിയാത്ത ഒരു സ്ഥലത്തുനിന്ന് വളരെ ശാന്തമായി ഇറങ്ങിപ്പോരുക. അവിടെ ബഹളമുണ്ടാക്കാനോ തർക്കിക്കാനോ നിൽക്കേണ്ടതില്ല. കാരണം നിങ്ങളുടെ മൗനത്തേക്കാൾ വലിയൊരു മറുപടിയും അവർക്ക് നൽകാനില്ല. നാം നഷ്ടപ്പെടുത്തുന്നത് മനുഷ്യരെയല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ സമാധാനത്തെയാണ് എന്ന തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് ഒരാൾക്ക് യഥാർത്ഥ മാനസിക പക്വത വരുന്നത്. ഈ ചിന്ത നിങ്ങളുടെ ഉള്ളിലേക്ക് ആഴത്തിലിറങ്ങിച്ചെല്ലുമ്പോൾ മനസ്സിന്റെ ഭാരം പകുതിയായി കുറയുന്നത് നിങ്ങൾക്ക് സ്വയം അനുഭവിക്കാൻ കഴിയും. നമ്മുടെ മനസ്സ് ശാന്തമായ ഒരു തടാകം പോലെയാണ്. ശാന്തമായ തടാകത്തിൽ മാത്രമേ ആകാശത്തിന്റെ യഥാർത്ഥ ഭംഗി അതുപോലെ പ്രതിഫലിക്കൂ. അതിലേക്ക് നിരന്തരം കല്ലെറിഞ്ഞുകൊണ്ടിരുന്നാൽ വെള്ളം കലങ്ങും, ഒന്നിന്റെയും വ്യക്തമായ ചിത്രം അതിൽ കാണാൻ കഴിയില്ല. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ചിന്തകളും. അമിതമായ ചിന്തകൾ നമ്മുടെ ജീവനശക്തി മുഴുവൻ ചോർത്തിക്കളയുന്ന ഒരു നിശ്ശബ്ദ കൊലയാളിയാണ്. കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് വല്ലാതെ വിഷമിക്കുക, അല്ലെങ്കിൽ വരാനിരിക്കുന്ന നാളെക്കുറിച്ചോർത്ത് അനാവശ്യമായി ഭയപ്പെടുക. ഇതാണ് ഭൂരിഭാഗം മനുഷ്യരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ മനോഹരമായ ഇന്നത്തെ ദിവസം നമുക്ക് പൂർണ്ണമായും നഷ്ടപ്പെടുന്നു. ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്: ഭൂതകാലം ഇപ്പോൾ നിലവിലില്ല, ഭാവി ഇനിയും വന്നിട്ടുമില്ല. നിങ്ങളുടെ കയ്യിലുള്ള ഒരേയൊരു നിമിഷം ഈ വർത്തമാന നിമിഷം മാത്രമാണ്. പക്ഷേ നാം ഈ നിമിഷത്തെ അനുഭവിച്ചറിയാൻ മറന്നുപോകുന്നു. ആരോ നമ്മളോട് പണ്ട് പറഞ്ഞൊരു വാക്ക്, അല്ലെങ്കിൽ പറ്റിപ്പോയൊരു തെറ്റ്, അത് മനസ്സിനുള്ളിലിട്ട് വീണ്ടും വീണ്ടും ആലോചിച്ച് നാം നമ്മളെത്തന്നെ ശിക്ഷിക്കുകയാണ്. ഇതൊരു വലിയ തടവറയാണ്, നാം തന്നെ നമ്മുടെ ചിന്തകൾ കൊണ്ട് നിർമ്മിച്ച ഒരു മാനസിക തടവറ. ഇതിൽ നിന്ന് പുറത്തുകടക്കണമെങ്കിൽ ആദ്യം നാം നമ്മളോട് തന്നെ ക്ഷമിക്കാൻ പഠിക്കണം. എന്തുകൊണ്ടാണ് നാം ചില മനുഷ്യരോട് ഇത്രയധികം അടുത്തുപോകുന്നത്? എന്തുകൊണ്ടാണ് അവരുടെ പെരുമാറ്റത്തിലെ ഒരു ചെറിയ മാറ്റം പോലും നമ്മളെ ഇത്രയധികം തളർത്തിക്കളയുന്നത്? ഇതിനു പിന്നിൽ വലിയൊരു മനഃശാസ്ത്രപരമായ കാരണമുണ്ട്. നാം പലപ്പോഴും നമ്മുടെ സന്തോഷത്തിന്റെ നിയന്ത്രണം മറ്റുള്ളവരുടെ കൈകളിൽ കൊണ്ടുപോയി ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവർ നമ്മളോട് നന്നായി സംസാരിച്ചാൽ നാം സന്തോഷിക്കും. അവർ നമ്മളെ ഒന്ന് അവഗണിച്ചാൽ നാം തകർന്നുപോകും. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ പൂർണ്ണമായി സന്തോഷിപ്പിക്കാൻ കഴിയില്ല എന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം. കാരണം എല്ലാവരും അവരവരുടെ പ്രശ്നങ്ങളിലും ചിന്തകളിലും പെട്ടുപോയവരാണ്.
അതുകൊണ്ട് നിങ്ങളുടെ സന്തോഷത്തിനായി മറ്റൊരാളെ ആശ്രയിക്കുന്നത് പൂർണ്ണമായും നിർത്തുക. നിങ്ങളെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. ആ അറിവാണ് വൈകാരികമായ സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യം സ്വന്തമാക്കിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ തളർത്താൻ ഈ ലോകത്ത് ഒന്നിനും കഴിയില്ല. ജീവിതത്തിൽ ആളുകൾ വരും പോകും. ചിലർ നല്ല ഓർമ്മകൾ തരുമ്പോൾ ചിലർ വലിയ പാഠങ്ങൾ പഠിപ്പിക്കും. ഇതിനെയെല്ലാം വളരെ സാധാരണമായി കാണാൻ മനസ്സിനെ ശീലിപ്പിക്കുക. അമിതമായ അടുപ്പം വേദനയുണ്ടാക്കുമ്പോൾ മോഹമുക്തി അഥവാ ആസക്തികളില്ലാത്ത അവസ്ഥ നിങ്ങൾക്ക് നൽകുന്നത് ആഴത്തിലുള്ള സമാധാനമാണ്. അത് ഒന്നിനെയും വെറുക്കലല്ല, മറിച്ച് ഒന്നിനോടും അമിതമായി ഒട്ടിനിൽക്കാതിരിക്കുക എന്നതു മാത്രമാണ്. ഒറ്റപ്പെടൽ എന്നത് പലരും ഭയക്കുന്ന ഒരു ശാപമായി കരുതുന്ന ഒന്നാണ്. എന്നാൽ ആ ഒറ്റപ്പെടൽ യഥാർത്ഥത്തിൽ ഒരു ശാപമല്ലെന്നും മറിച്ച് ജീവിതം നമുക്ക് തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണെന്നും തിരിച്ചറിയുന്ന ഒരു നിമിഷമുണ്ട്. അതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തെ പാടെ മാറ്റിമറിക്കുന്നത്. ഭൂരിഭാഗം ആളുകളും തനിച്ചാകാൻ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. ആ ഒരു ഭയം കാരണം മാത്രം തങ്ങൾക്കൊട്ടും അനുയോജ്യമല്ലാത്ത കൂട്ടുകെട്ടുകളിലും ബന്ധങ്ങളിലും അവർ ചെന്നുപെടാറുണ്ട്. ഉള്ളിലനുഭവപ്പെടുന്ന ആ ഒരു ശൂന്യതയെ മറികടക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയുടെ ലോകത്തോ അല്ലെങ്കിൽ അർത്ഥശൂന്യമായ പല സംസാരങ്ങളിലോ ഒക്കെ അഭയം കണ്ടെത്തുകയാണ് പലരുടെയും പതിവ്. എന്നാൽ മാനസികമായി നല്ല പാകത വന്നൊരു വ്യക്തി ഏകാന്തതയെ സ്നേഹിക്കാൻ തുടങ്ങും. കാരണം ചുറ്റുമുള്ള നിശബ്ദതയിലാണ് അവർക്ക് തങ്ങളെത്തന്നെ യഥാർത്ഥത്തിൽ കണ്ടെത്താൻ കഴിയുന്നത്. നമ്മൾ പൂർണ്ണമായും ഒറ്റയ്ക്കാകുമ്പോൾ മാത്രമാണ് നമ്മുടെ ചിന്തകളുടെ ആഴം എത്രത്തോളമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ചുറ്റുമുള്ളവരുടെ കോലാഹലങ്ങളടങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിലെ യഥാർത്ഥ ശബ്ദം സാവധാനം പുറത്തേക്ക് വരാൻ തുടങ്ങും. സിദ്ധാർത്ഥൻ കൊട്ടാരത്തിലെ എല്ലാ സുഖസൗകര്യങ്ങളും വെടിഞ്ഞ് കാടുകളിലേക്ക് പോയതും വർഷങ്ങളോളം ധ്യാനത്തിൽ മുഴുകിയതുമെല്ലാം ഈ ഏകാന്തതയുടെ അപാരമായ ശക്തി തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. ഉള്ളിൽ സമാധാനമുള്ള ഒരു മനുഷ്യന് എത്ര വലിയ ജനക്കൂട്ടത്തിന് നടുവിലും തികച്ചും ശാന്തനായിരിക്കാൻ കഴിയും. എന്നാൽ ഉള്ളിലെപ്പോഴും അശാന്തി കൊണ്ടു നടക്കുന്ന ഒരാൾ എവിടെപ്പോയാലും അസ്വസ്ഥനായിട്ടേയിരിക്കുകയുള്ളൂ. നമ്മുടെ മനസ്സിലെ അഹംഭാവമാണ് പലപ്പോഴും സമാധാനം കെടുത്തുന്ന മറ്റൊരു പ്രധാന വില്ലൻ. ഞാൻ പറയുന്നതാണ് ശരി, അവർ എന്നേക്കാൾ വളരാൻ പാടില്ല, എന്തുകൊണ്ട് അവർ എന്നോടങ്ങനെ പെരുമാറി? ഇത്തരം ചിന്തകളെല്ലാം ഈ അഹംഭാവത്തിൽ നിന്ന് മാത്രം ജനിക്കുന്നതാണ്. ഈ അഹംഭാവം എപ്പോഴും വാദിച്ചു ജയിക്കാൻ ശാഠ്യം പിടിക്കുമ്പോൾ തിരിച്ചറിവുള്ള ഒരു മനസ്സ് ആഗ്രഹിക്കുന്നത് സമാധാനം മാത്രമാണ്. പലപ്പോഴും തർക്കങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ ജയിക്കാൻ വേണ്ടി മാത്രം സംസാരിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ഒടുവിൽ ആ വാഗ്വാദത്തിൽ നമ്മൾ ജയിച്ചാൽ പോലും നമ്മുടെ മനസ്സിലെ സമാധാനം നമുക്ക് പൂർണ്ണമായും നഷ്ടമായിട്ടുണ്ടാകും. അവിടെയാണ് മൗനത്തിന്റെ യഥാർത്ഥ വില നമ്മൾ അറിയേണ്ടത്. ചിലയിടങ്ങളിൽ തോറ്റുകൊടുക്കുന്നത് ഒരിക്കലും നമ്മുടെ ദൗർബല്യമല്ല, മറിച്ച് വലിയൊരു തിരിച്ചറിവാണ്. കാരണം ചില മനുഷ്യരെ തിരുത്താൻ നമ്മുടെ വാക്കുകൾക്ക് കഴിയില്ല, അതിന് കാലത്തിനു മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ ഊർജ്ജം ഇത്തരം അനാവശ്യമായ തർക്കങ്ങളിൽ കളയാതിരിക്കുക. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്നത് നിങ്ങളുടെ പ്രശ്നമല്ല, അത് അവരുടെ മാത്രം കാഴ്ചപ്പാടാണ്. ആ ഒരു തിരിച്ചറിവിലേക്ക് നിങ്ങൾ ഉയരുമ്പോൾ മറ്റുള്ളവരുടെ അംഗീകാരത്തിനും പ്രശംസയ്ക്കും വേണ്ടി കാത്തുനിൽക്കുന്നത് നിങ്ങൾ സ്വയം അവസാനിപ്പിക്കും. ജീവിതത്തിൽ നമുക്ക് നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ വേദനകളിലൊന്നാണ് വഞ്ചന. നമ്മൾ ജീവനേക്കാൾ കൂടുതൽ സ്നേഹിച്ചവർ, കണ്ണടച്ച് വിശ്വസിച്ചവർ പെട്ടെന്ന് ഒരു ദിവസം നമ്മളെ തള്ളിപ്പറയുമ്പോൾ ഉണ്ടാകുന്ന ആ മാനസികാവസ്ഥ വാക്കുകൾക്ക് അതീതമാണ്. ആ സമയത്ത് ദേഷ്യവും സങ്കടവും പ്രതികാരചിന്തയുമൊക്കെ മനസ്സിനെ വല്ലാതെ മൂടാൻ തുടങ്ങും. അവർ എന്തുകൊണ്ടെന്നോടിത് ചെയ്തു എന്ന ചോദ്യം ഉള്ളിൽ കിടന്ന് നമ്മളെ ശ്വാസം മുട്ടിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ഇതിനൊരു മറുവശമുണ്ട്. ആ മനുഷ്യൻ നിങ്ങളെ വഞ്ചിച്ചതിലൂടെ യഥാർത്ഥത്തിൽ അവരുടെ യഥാർത്ഥ സ്വഭാവമാണ് പുറത്തുകൊണ്ടുവന്നത്. അവർ നിങ്ങളെ അർഹിക്കുന്നില്ല എന്ന വലിയൊരു സത്യം പ്രകൃതി നിങ്ങളെ മനസ്സിലാക്കി തരികയായിരുന്നു. ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ചേരാത്തതൊന്നും നിന്റെ ജീവിതത്തിൽ അധികകാലം നിലനിൽക്കില്ല എന്ന്. അത് മനുഷ്യരായാലും ശരി, സാഹചര്യങ്ങളായാലും ശരി. അതുകൊണ്ട് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് സങ്കടപ്പെടുന്നതിനേക്കാൾ ബുദ്ധി അത്തരം മനുഷ്യർ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞുപോയതിൽ സന്തോഷിക്കുക എന്നതാണ്. പ്രതീക്ഷകളാണ് എപ്പോഴും മനുഷ്യനെ തളർത്തുന്നത്. നമ്മൾ ഒരാൾക്ക് നന്മ ചെയ്താൽ അവരും തിരിച്ച് നമുക്ക് നന്മ ചെയ്യും എന്ന് നമ്മൾ വെറുതെ പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഒരാളെ ആത്മാർത്ഥമായി സ്നേഹിച്ചാൽ അവരും തിരിച്ച് നമ്മളെ അത്രത്തോളം സ്നേഹിക്കണം എന്ന് നമ്മൾ വാശിപിടിക്കുന്നു. ഈ പ്രതീക്ഷകളാണ് എല്ലാ സങ്കടങ്ങളുടെയും യഥാർത്ഥ ഉറവിടം. നിങ്ങളൊരാളെ സഹായിക്കുന്നുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടുമെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ ചെയ്യുക. സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിരുകളില്ലാതെ സ്നേഹിക്കുക, പക്ഷേ അവരിൽ നിന്ന് ഒന്നും തിരികെ പ്രതീക്ഷിക്കരുത്. ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ കഠിനമായി തോന്നാം, പക്ഷെ മനസ്സിന്റെ സമാധാനത്തിന് ഇതല്ലാതെ വേറെ വഴിയില്ല. നമ്മൾ വിതയ്ക്കുന്നതെന്തോ അത് മാത്രമേ നമുക്ക് കൊയ്യാൻ കഴിയൂ. നിങ്ങൾ നൽകുന്ന സ്നേഹം ഒരുപക്ഷെ ആ വ്യക്തിയിൽ നിന്ന് തിരിച്ചു കിട്ടിയില്ലെങ്കിലും ഈ പ്രപഞ്ചം അത് മറ്റേതെങ്കിലും രൂപത്തിൽ നിങ്ങളിലേക്ക് തന്നെ എത്തിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് കൊടുക്കുന്നതിൽ മാത്രം ശ്രദ്ധിക്കുക, തിരികെ കിട്ടുന്നതിനെക്കുറിച്ച് ഓർത്ത് ആകുലപ്പെടാതിരിക്കുക. ഈയൊരു മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾ മാറുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ ശാന്തത അനുഭവപ്പെടാൻ തുടങ്ങും. വയസ്സു കൂടുന്നതുകൊണ്ടോ തലമുടി നരയ്ക്കുന്നതുകൊണ്ടോ മാത്രം ഒരാൾക്ക് വൈകാരിക പക്വതയുണ്ടാകണമെന്നില്ല.
ജീവിതം നമുക്ക് തരുന്ന പലവിധ അനുഭവങ്ങളിൽ നിന്നും അതിൽ നിന്ന് നമ്മൾ നേടിയെടുക്കുന്ന ആഴത്തിലുള്ള തിരിച്ചറിവുകളിൽ നിന്നുമാണ് അത് രൂപപ്പെടുന്നത്. യഥാർത്ഥ പക്വതയുള്ള ഒരു മനുഷ്യൻ ഒരിക്കലും ചെറിയ കാര്യങ്ങളുടെ പേരിൽ അസ്വസ്ഥനാകുകയോ വെറുതെ ബഹളമുണ്ടാക്കുകയോ ഇല്ല. തനിക്ക് ചുറ്റും നടക്കുന്ന പ്രകോപനങ്ങളെ വളരെ ദൂരെ മാറി നിന്ന് ഒരു കാഴ്ചക്കാരനെപ്പോലെ ശാന്തമായി നോക്കിക്കാണാൻ അവർക്കെപ്പോഴും കഴിയും. ഉദാഹരണത്തിന്, ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിക്കാൻ ശ്രമിക്കുകയോ അപമാനിക്കുകയോ ചെയ്യുമ്പോൾ ഉടനെ ദേഷ്യപ്പെടുന്നത് നിങ്ങളുടെ അപക്വതയെയാണ് കാണിക്കുന്നത്. കാരണം ആ വ്യക്തി പുറന്തള്ളുന്നത് അയാളുടെ ഉള്ളിലെ അസൂയയും ദേഷ്യവുമാണ്. അതിനെ ഉള്ളിലേക്കെടുക്കണോ വേണ്ടയോ എന്നത് പൂർണ്ണമായും നിങ്ങളുടെ മാത്രം തീരുമാനമാണ്. ബുദ്ധന്റെ ജീവിതത്തിലെ മനോഹരമായൊരു കഥ ഇതിനൊരു മികച്ച ഉദാഹരണമാണ്. ഒരിക്കൽ ഒരാൾ ബുദ്ധന്റെ അടുത്തെത്തി അദ്ദേഹത്തെ ക്രൂരമായി അധിക്ഷേപിച്ചു. എന്നാൽ ബുദ്ധൻ അതൊക്കെ ഒരു പുഞ്ചിരിയോടെ മാത്രം കേട്ടുനിന്നു. ഒടുവിൽ സഹികെട്ട് അയാൾ ചോദിച്ചു, "ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിങ്ങൾക്കൊട്ടും ദേഷ്യം വരുന്നില്ലേ?" അപ്പോൾ ബുദ്ധൻ ശാന്തമായി മറുപടി നൽകി, "നീ എനിക്കൊരു സമ്മാനം തരുമ്പോൾ ഞാനത് സ്വീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ അത് ആരുടെ പക്കലായിരിക്കും ഇരിക്കുക?" അയാൾ പറഞ്ഞു, "അത് എന്റെ കയ്യിൽ തന്നെ ഇരിക്കും." ബുദ്ധൻ പുഞ്ചിരിയോടെ പറഞ്ഞു, "അതുപോലെ നീ തന്ന ഈ ചീത്തവിളികളും ഞാൻ സ്വീകരിക്കുന്നില്ല, അത് നിന്റെ പക്കൽ തന്നെ ഇരിക്കട്ടെ." എത്ര ആഴമുള്ള ചിന്തയാണിത്! മറ്റുള്ളവരുടെ മോശം ഊർജ്ജത്തെയും നെഗറ്റിവിറ്റിയെയും നമ്മുടെ മനസ്സിലേക്ക് പ്രവേശിപ്പിക്കാതിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ ആത്മീയത. മാറിവരുന്ന സാഹചര്യങ്ങളോട് പെട്ടെന്ന് പൊരുത്തപ്പെടാൻ നമ്മുടെ മനസ്സ് എപ്പോഴും മടിക്കാറുണ്ട്. മനുഷ്യൻ സഹജമായി തന്നെ മാറ്റങ്ങളെ ഭയപ്പെടുന്നു. നല്ലൊരു ജോലി നഷ്ടപ്പെടുമ്പോൾ, ജീവനതുല്യം സ്നേഹിച്ചവർ അകന്നുപോകുമ്പോൾ, അല്ലെങ്കിൽ വലിയൊരു സാമ്പത്തിക തകർച്ചയുണ്ടാകുമ്പോൾ നമ്മൾ പൂർണ്ണമായും തകർന്നുപോയേക്കാം. എന്നാൽ മാറ്റം മാത്രമാണ് ഈ പ്രപഞ്ചത്തിലെ ഒരേയൊരു സ്ഥിരതയുള്ള നിയമം എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇന്ന് നമ്മൾ കാണുന്നതൊന്നും നാളെ ഇതേപടി ഉണ്ടാകില്ല. നമ്മുടെ ഈ ശരീരവും നമുക്ക് ചുറ്റുമുള്ള ലോകവും നമ്മളെ അലട്ടുന്ന സങ്കടങ്ങളും എല്ലാം താൽക്കാലികം മാത്രമാണ്. അതുകൊണ്ടുതന്നെ ഇതും കടന്നുപോകും എന്ന ആ ഒരു ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിൽ കാത്തുസൂക്ഷിക്കണം. സന്തോഷത്തിന്റെ നാളുകളിൽ അഹങ്കരിക്കാതിരിക്കാനും സങ്കടക്കടലിൽ വീഴുമ്പോൾ തളർന്നുപോകാതിരിക്കാനും ഈ ഒരു ബോധം നമ്മളെ പ്രാപ്തരാക്കും. ജീവിതം നമ്മുടെ മുന്നിലേക്ക് വെച്ചു നീട്ടുന്ന എല്ലാ സാഹചര്യങ്ങളെയും അതിന്റെ പൂർണ്ണതയോടെ ഉൾക്കൊള്ളാൻ പഠിക്കുക. അതിനെയാണ് യഥാർത്ഥ സ്വീകാര്യത എന്ന് പറയുന്നത്. എപ്പോഴാണോ നമ്മൾ സാഹചര്യങ്ങളോട് മല്ലിടുന്നത് നിർത്തുന്നത്, അപ്പോൾ നമ്മുടെ ഉള്ളിൽ വർഷങ്ങളായി നടക്കുന്ന വലിയൊരു യുദ്ധമാണ് അവസാനിക്കുന്നത്. ആ യുദ്ധം അവസാനിക്കുന്നിടത്താണ് യഥാർത്ഥ സമാധാനം ജനിക്കുന്നത്. നമ്മുടെ ഉള്ളിലെ ഭയങ്ങളെ ധൈര്യത്തോടെ അഭിമുഖീകരിക്കാത്തിടത്തോളം കാലം നമ്മൾ എന്തിന്റെയൊക്കെയോ അടിമകളായി തുടരും. പരാജയപ്പെടുമോ എന്ന പേടി, മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്തു വിചാരിക്കുമെന്ന ആശങ്ക, ഒറ്റപ്പെട്ടുപോകുമോ എന്ന ഭയം, അങ്ങനെ പേടികളുടെ ഒരു വലിയ നിര തന്നെ നമ്മുടെ ഉള്ളിൽ ഒളിച്ചിരിപ്പുണ്ട്. ഈ ഭയങ്ങളെല്ലാം ഉണ്ടാകുന്നത് നമ്മുടെ അജ്ഞതയിൽ നിന്നാണ്. നമ്മൾ ആരാണെന്ന് നമ്മൾ തന്നെ തിരിച്ചറിയാത്തതുകൊണ്ടാണ്. നമ്മൾ വെറുമൊരു ശരീരമല്ല, അല്ലെങ്കിൽ ചിന്തകളുടെ ഒരു കൂട്ടവുമല്ല. നമ്മൾ അതിനൊക്കെ അപ്പുറമുള്ള വലിയൊരു അവബോധമാണ്. ധ്യാനവും മൈൻഡ്ഫുൾനെസ്സും നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ചിന്തകളെ വെറുമൊരു സാക്ഷിയായി നോക്കിക്കാണാനാണ്. ഒരു നദിക്കരയിൽ ശാന്തമായി ഇരുന്ന് ഒഴുകിപ്പോകുന്ന വെള്ളത്തെ നോക്കുന്നതുപോലെ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നുവരുന്ന ചിന്തകളെയും വികാരങ്ങളെയും വെറുതെ നോക്കി നിൽക്കുക. അതിൽ ഇന്റർവെനീർ ചെയ്യാനോ അത് നല്ലതാണെന്നോ ചീത്തയാണെന്നോ വിധി എഴുതാനോ നിൽക്കരുത്. അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പതുക്കെ പതുക്കെ ആ ചിന്തകളുടെ വേഗത കുറയുന്നത് നിങ്ങൾക്ക് സ്വയം അനുഭവിക്കാൻ കഴിയും. എന്തുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരുടെ അംഗീകാരത്തിനായി ഇത്രയധികം കൊതിക്കുന്നത്? സോഷ്യൽ മീഡിയയിൽ ഒരു ചിത്രം പങ്കുവച്ചാൽ അതിന് എത്ര ലൈക്കുകൾ കിട്ടിയെന്ന് നമ്മൾ ആകുലതയോടെ നോക്കുന്നു. ആരെങ്കിലും നമ്മളെ വാനോളം പുകഴ്ത്തിയാൽ നമ്മൾ ആഹ്ലാദിക്കുന്നു. ഇതിനർത്ഥം നമ്മുടെ സ്വയം മൂല്യം നമ്മൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് പണയം വെച്ചിരിക്കുകയാണ് എന്നാണ്. ഒരാൾ നിങ്ങളെ നല്ലവനെന്ന് പ്രശംസിച്ചതുകൊണ്ട് നിങ്ങൾ നല്ലവനാകുന്നില്ല. ഒരാൾ നിങ്ങളെ മോശക്കാരനെന്ന് വിളിച്ചതുകൊണ്ട് നിങ്ങൾ മോശക്കാരനാകുന്നുമില്ല. നിങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം. ആ ഒരു ഉറച്ച ആത്മവിശ്വാസമാണ് ഉള്ളിൽ വളർത്തിയെടുക്കേണ്ടത്. എപ്പോഴും മറ്റുള്ളവരുടെ തോളിൽ കൈവച്ച് നടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരിക്കലും സ്വന്തം കാലിൽ നിവർന്നു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങളിലേക്ക് തന്നെ മടങ്ങുക. നിങ്ങളുടെ പോരായ്മകളെയും കഴിവുകളെയും ഒരുപോലെ സ്നേഹിക്കാൻ ശീലിക്കുക. നിങ്ങളെ പൂർണ്ണമായി സ്വീകരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിന്റെ ഒരു വിമർശനത്തിനും നിങ്ങളെ തളർത്താൻ കഴിയില്ല. അത് നിങ്ങളുടെ ഉള്ളിൽ നിറയ്ക്കുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. അത് ജീവിതത്തിൽ നിങ്ങൾക്ക് നൽകുന്ന കരുത്ത് വളരെ വലുതാണ്. നിശബ്ദതയ്ക്ക് നമ്മൾ വിചാരിക്കുന്നതിലും വലിയൊരു കരുത്തുണ്ട്. ഒരുപക്ഷെ 100 വാക്കുകൾ സംസാരിക്കുന്നതിനേക്കാൾ വലിയ ആത്മനിയന്ത്രണവും ഊർജ്ജവും ആവശ്യമാണ് ഒരക്ഷരം പോലും മിണ്ടാതെ മാറി നിൽക്കാൻ. ചിലരൊക്കെ വിചാരിക്കാറുണ്ട് തിരിച്ചു പ്രതികരിക്കാതെ മൗനം പാലിക്കുന്നത് ഭീരുത്വമാണെന്ന്. എന്നാൽ സത്യമതല്ല. എവിടെയാണ് നമ്മൾ മൗനം പാലിക്കേണ്ടത് എന്ന് തിരിച്ചറിയുന്നതിലാണ് ഒരു മനുഷ്യന്റെ വിവേകം ഒളിഞ്ഞിരിക്കുന്നത്. നമ്മളോട് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും മറുപടി അർഹിക്കുന്നില്ല. ചില ചോദ്യങ്ങൾക്ക് നമ്മൾ നൽകുന്ന ഏറ്റവും ശക്തമായ മറുപടി ആ നിശബ്ദത തന്നെയാണ്. നമ്മളെ വേദനിപ്പിച്ചവരോട് പകരം വീട്ടാൻ നടക്കുന്നത് തികച്ചും വ്യർത്ഥമായ കാര്യമാണ്. കാരണം ആ പ്രതികാരചിന്ത ആദ്യം ഇല്ലാതാക്കുന്നത് നമ്മുടെ ഉള്ളിലെ സമാധാനത്തെയാണ്.
അതിനേക്കാൾ എത്രയോ നല്ലതാണ് അങ്ങനെയുള്ളവരെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി പടിയിറക്കി വിടുന്നത്. നമ്മുടെ ജീവിതത്തിൽ അവർക്ക് ഇനി ഒരു സ്ഥാനവുമില്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് അവർക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ശിക്ഷ. ബുദ്ധൻ പറഞ്ഞതുപോലെ, കോപത്തെ കോപം കൊണ്ട് നേരിട്ടാൽ അതൊന്നിനും പരിഹാരമാകില്ല, മറിച്ച് സ്നേഹവും മൗനവും കൊണ്ട് മാത്രമേ അതിനെ ജയിക്കാൻ സാധിക്കൂ. നമ്മുടെ മനസ്സിന് ഭാരമാകുന്നത് പലപ്പോഴും ഉള്ളിലടക്കിവെച്ചിരിക്കുന്ന ക്ഷമിക്കാനുള്ള മടിയാണ്. പണ്ട് ആരോ നമ്മളോട് ചെയ്ത ക്രൂരതകളും അനീതികളും ഇന്നും നെഞ്ചിലേറ്റിക്കൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. നമ്മളെ വേദനിപ്പിച്ച ആ മനുഷ്യൻ ഒരുപക്ഷെ എവിടെയോ സന്തോഷമായി ജീവിക്കുന്നുണ്ടാകാം, എന്നാൽ നമ്മൾ ആ പഴയ ഓർമ്മകളിൽ വെന്തുരുകി ഇന്നും ജീവനോടെ മരിക്കുകയാണ്. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ക്ഷമിക്കുക എന്നത് ആ വ്യക്തിക്കു വേണ്ടി ചെയ്യുന്ന ഒന്നല്ല, മറിച്ച് നമ്മുടെ സ്വന്തം മനസ്സിന്റെ സമാധാനത്തിനു വേണ്ടി ചെയ്യുന്നതാണ്. ഞാൻ അവരോട് പൂർണ്ണമായും ക്ഷമിച്ചിരിക്കുന്നു, കാരണം എന്റെ മനസ്സിൽ അവർക്കായി നീക്കിവയ്ക്കാൻ ഇനി ഒരിടവുമില്ല എന്നുറപ്പിച്ചു പറയുക. ആ നിമിഷം നിങ്ങളുടെ ഉള്ളിലെ വലിയൊരു ഭാരം ഒഴിഞ്ഞുപോയതായി നിങ്ങൾക്ക് അനുഭവപ്പെടും. നടന്നുപോയ കാര്യങ്ങളെ തിരുത്താൻ നമുക്ക് കഴിയില്ല, പക്ഷെ അതിന്റെ കൈപേറിയ ഓർമ്മകൾ നമ്മളെ വീണ്ടും വേട്ടയാടാതിരിക്കാൻ നമുക്ക് തീർച്ചയായും ശ്രദ്ധിക്കാം. ആ ഒരു തിരിച്ചറിവും മോചനവുമാണ് വിട്ടുകളയൽ അഥവാ ലെറ്റിംഗ് ഗോ. ജീവിതമെന്ന ഈ നീണ്ട യാത്രയിൽ നമ്മൾ എത്രയോ മനുഷ്യരെ കണ്ടുമുട്ടുന്നു. ചിലർ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നുവരുന്നത് ഒരു വസന്തം പോലെയാണ്, എന്നാൽ മറ്റു ചിലർ വരുന്നത് എല്ലാം തകർത്തെറിയുന്ന ഒരു കൊടുങ്കാറ്റ് പോലെയാണ്. പക്ഷേ ഓർക്കുക, അത് വസന്തമായാലും കൊടുങ്കാറ്റായാലും നിങ്ങളുടെ ഉള്ളിലെ മനസ്സിന്റെ കരുത്ത് കൂട്ടാൻ മാത്രമേ അവ സഹായിക്കൂ. അനുഭവങ്ങളാണ് ഒരു മനുഷ്യനെ യഥാർത്ഥത്തിൽ ജീവിക്കാൻ പഠിപ്പിക്കുന്നത്. സങ്കടങ്ങളും ഒറ്റപ്പെടലുകളുമൊക്കെ കടന്നുവരുമ്പോൾ അത് നിങ്ങളെ തകർക്കാനല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ യഥാർത്ഥ ശക്തിയെ പുറത്തെടുക്കാനാണ് എന്ന് മനസ്സിലാക്കുക. എത്ര കനത്ത ഇരുട്ടുള്ള രാത്രിക്ക് ശേഷവുമാണ് മനോഹരമായൊരു പുലരിയുണ്ടാകുന്നത്. അതുപോലെ തന്നെയാണ് ജീവിതത്തിലെ പ്രതിസന്ധികളും. അവയെല്ലാം താൽക്കാലിക പ്രതിഭാസങ്ങൾ മാത്രമാണ്. ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മനസ്സിൽ ഒരുപക്ഷെ വലിയൊരു അസ്വസ്ഥതയുണ്ടാകാം. ആരോടും തുറന്നു പറയാൻ കഴിയാത്ത എന്തോ ഒരു സങ്കടം ഉള്ളിൽ വിങ്ങുന്നുണ്ടാകാം. എന്നാൽ ഒന്ന് ദീർഘമായി ശ്വാസമെടുക്കൂ, ശാന്തമായി ചിന്തിക്കൂ. നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല, ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ ഉള്ളിലെ സമാധാനം കെടുത്താൻ ഈ ലോകത്തിലെ ഒരു മനുഷ്യനും കഴിയില്ല, അതിന് നിങ്ങൾ സ്വയം അനുവാദം നൽകാതിരുന്നാൽ മാത്രം. കടന്നുപോയ കാര്യങ്ങളെയൊക്കെ അതിന്റെ വഴിക്ക് വിടുക. നാളെയെക്കുറിച്ചുള്ള വെറുതെയുള്ള ആകുലതകൾ മാറ്റിവെക്കുക. ഈ നിമിഷം ഇപ്പോൾ നിങ്ങൾ ജീവിച്ചിരിക്കുന്നു എന്ന ആ ഒരു സത്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ മനസ്സിനെ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ സ്നേഹത്തോടെ തലോടുക. പതുക്കെ പതുക്കെ ഉള്ളിൽ ഒരു വലിയ വെളിച്ചം നിറയുന്നത് നിങ്ങൾക്കനുഭവിക്കാൻ കഴിയും. ഈ വീഡിയോ അവസാനിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകളടച്ച് കുറച്ചു സമയം ശാന്തമായിരിക്കുക. ആ നിശബ്ദതയിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ ഉണർവുണ്ടാകട്ടെ. ഓർക്കുക, സമാധാനം എന്നത് പുറത്ത് എവിടെയോ തിരയേണ്ട ഒന്നല്ല, അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. അത് തിരിച്ചറിയുക, ശാന്തമായി ജീവിക്കുക.